കാസർകോട്ടെ ഫ്രീഡം ക്വിസ് വിവാദ ചോദ്യാവലി തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണം ആവശ്യപ്പെട്ട് MSF ചോദ്യാവലിയിൽ VD സവർക്കറെക്കുറിച്ചുള്ള ചോദ്യമാണ് വിവാദമായത്. MSF കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി അൻസാഫ് കുന്നിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. VD സവർക്കർ പോലെയുള്ള ഒരു ചരിത്രപരമായി തള്ളപ്പെട്ട ഒരാളെ വെളുപ്പിച്ചെടുക്കാനുള്ള അധ്യാപകരുടെ ശ്രമം, ഇതിന് RSSന്റെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സംശയിക്കാനുള്ളത്. ഈ ചോദ്യാവലി തയ്യാറാക്കിയവർ, ഇത് അംഗീകരിച്ചവർ, ഇത് പരിശോധിച്ചവർ ഈ അധ്യാപകർക്കെതിരെ ശക്തമായ വകുപ്പ് തല അന്വേഷണം നടത്തുകയും തെറ്റ് കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് MSFന് പറയാനുള്ളത്. ഇത് വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിനോട് പറയാനുള്ളത്. രതീഷ് വാസുവിനും വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. രതീഷ്, ഏറെ പ്രതിഷേധത്തിന് വകവച്ച ചോദ്യാവലിയാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് ആ ക്വിസിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പരാതി പോയിരിക്കുന്നു. നടപടിക്ക് എന്തെങ്കിലും തരത്തിൽ തുടക്കമായിട്ടുണ്ടോ? എങ്ങനെയാണ് സാഹചര്യം? സേതു, സ്വാഭാവികമായിട്ടും അറിയാം, ഇത് ഒരു വിവാദ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടർ വിവാദങ്ങളിലേക്ക് വരികയും ചെയ്യും. MSF ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് ഇന്നലെ തന്നെ പരാതി കൈമാറി. ഇത് സ്വാഭാവികമായിട്ടും RSSനെ ന്യായീകരിച്ചുകൊണ്ട് സവർക്കറേയും കൂടെ ന്യായീകരിക്കാനുള്ള ഒരു ബോധപൂർവമായ ഇടപെടലാണ് ഈ ചില അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നാണ് ഇവർ ഇപ്പോൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ ചോദ്യാവലി തയ്യാറാക്കിയ ആളുകൾ ഉൾപ്പെടെ ഏത് സാഹചര്യത്തിലാണ് തയ്യാറാക്കിയത് അവരുൾപ്പെടെ ഇത്തരത്തിൽ നടപടി എടുക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യൻ മോഡലിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ ബോധപൂർവം ശ്രമിക്കുന്നു. അത് RSSന്റെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തിന് അനുസരിച്ച് ചില അധ്യാപകർ പെരുമാറുന്നു എന്നൊക്കെയാണ് നിലവിൽ MSFന്റെ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ട് അവർ പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ക്വിസ് കോമ്പറ്റീഷന് വന്ന ചോദ്യാവലിയിലാണ് സവർക്കറെ ബ്രിട്ടീഷ് കാലത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായാണ് സവർക്കറുടെ പേര് നൽകുന്ന തരത്തിൽ ചോദ്യാവലി തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് ബോധപൂർവമായ ഒരു ഗൂഢാലോചനയാണെന്നും ചില അട്ടിമറിക്ക് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണെന്നുമാണ് MSFന്റെ ആരോപണം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇത് പുതിയ വിവാദങ്ങളിലേക്ക് പോവുകയാണ് എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. സേതു.